Yo guys, welcome back to another brand new video. So നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ള യൂറോ യു എസ് ഡിയിൽ ലാസ്റ്റ് ഡേയിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗണുമായിട്ടാണ്. ഓക്കെ, സോ അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂറോ യു എസ് ഡിയിലെ ഒരു 4 hour ഔട്ട്ലുക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ 4 hour നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള ഒരു പാറ്റേൺ, ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, കറന്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റീജിയനിലെ പ്രീമിയം ഡിസ്കൗണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ കറന്റ് ട്രേഡിംഗ് റേഞ്ച്. സോ ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് ലാസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. സോ നമ്മൾ കാണാൻ പറ്റും, ഇതാണ് നമ്മളെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച്, ഈ ഹൈ തൊട്ടിട്ട് ഈ ലോ വരെ. സോ നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഓൾറെഡി ഈ ഒരു പ്രീമിയം ലെവലിൽ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ പ്രീമിയം ലെവലിലുള്ള ഒരു സപ്ലൈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റീജിയനിൽ വന്നതിന് ശേഷം മാർക്കറ്റ് നമുക്ക് കൺഫർമേഷൻ തന്നായിരുന്നു. സോ അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇപ്പോൾ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഇന്നലെ മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു സപ്ലൈ ലെവലിൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്തതിനു ശേഷം കൂടെ കാണാനും ഇവിടുന്ന് ലാസ്റ്റ് മേലോട്ടുള്ള ഒരു പുഷ് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ലെവൽ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിമാൻഡാണ്. സോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡിമാൻഡ് ഇവിടെ ഫെയിൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഡിമാൻഡ് ഫെയിൽ ചെയ്യാൻ കാരണമായിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ട്രീം ആയിട്ടുള്ള നമ്മളെ സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഓക്കെ, ആ ഒരു ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ്, ഇതാണ് നമ്മുടെ ഏഷ്യൻ സെഷൻ ടൈം വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏഷ്യൻ സെഷന്റെ ഹൈ തന്നെ ഒരു സ്ട്രോങ് ഹൈ ആണ്. ഇവിടെ ഒരു മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഏഷ്യന്റെ ലോ നമുക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ ലെവലിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് ആ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, ടെസ്റ്റ് ചെയ്തു. സോ നമ്മൾ ഇവിടുന്ന് 2 റീസൺ ഈ ഒരു ട്രേഡ് എടുക്കാൻ. ഓൾറെഡി നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടില്ല, നമ്മൾ മുന്നേ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു സോണ്. ഓക്കെ, പിന്നെ ആ സോണിന്റെ തൊട്ടടുത്തായിട്ട് ഇൻഡ്യൂസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സോണിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി അവിടുന്ന് എൻഡ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു കറക്റ്റ് ഫോർമേഷൻ ആയിരുന്നു നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ നമ്മളെ ലിക്വിഡിറ്റി എടുത്തു, താഴത്തേക്ക് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, നമുക്ക് കാണാൻ പറ്റും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തു, നമ്മളെ സോണിന്റെ തൊട്ടടുത്തായിട്ട് ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ റീജിയനിലേക്ക് വന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കറക്റ്റ് ആയിട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് റീപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അവിടുന്ന് ലോ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ നോക്കിയിട്ടില്ലായിരുന്നു, കാരണം മാർക്കറ്റ് ഓൾറെഡി നമുക്ക് വേണ്ട കൺഫർമേഷൻസ് ഒക്കെ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ സോണ് ഒന്നും കൂടി ഹയർ പ്രോബബിലിറ്റി ആണെന്നുള്ള റീസൺ ആണ് നമുക്കറിയാം ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് എന്നുള്ളത്. സോ അതുണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് ഡയറക്റ്റ്ലി എൻഡ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ട്രേഡ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രേഡ് എങ്ങനെയാണ് അവിടെ പ്ലേ ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഒബ്വിയസ്ലി ഈ ഏഷ്യൻ്റെ ഹൈ എന്ന് പറയുന്നത് സ്ട്രോങ് ഹൈ ആണ്, കാരണം മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രോങ് ഹൈൻ്റെ മേലെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അടുത്തൊരു മേജർ ലിക്വിഡിറ്റി പോയിന്റ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഒരു ഈക്വൽ ലോ കാണാനുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആ ഈക്വൽ ലോസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ സോൺ ടാപ്പ് ചെയ്തതിനു ശേഷം കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ഈസി ആയിട്ട് നമ്മളെ 1:5 ടാർഗറ്റ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ട്രേഡ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ അതിനെക്കുറിച്ച് അറിയാനും താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്മുടെ ടീം ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.